പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് മടക്കി വരുത്താൻ കഴിയും? നമ്മുടെ ഒരൊറ്റ വാക്ക് മതി, മറ്റൊന്നും വേണ്ട. നമ്മുടെ ഒരൊറ്റ വാക്ക് മതി ജീവിതത്തിലേക്ക് പലരെയും നമുക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ദൈവിക വചന ചിന്ത എന്ന് പറയുന്നത് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 10-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ അകത്തു നിന്ന് ഒരു വാക്യം നിങ്ങളുമായി പങ്കുവെച്ച് മുൻപോട്ട് പോകുവാൻ ക്രിസ്തുയേശുവിൽ താല്പര്യപ്പെടുകയാണ്. 10-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. അതിങ്ങനെയാണ് പറയുന്നത്: നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഈ 21-ാമത്തെ വാക്യത്തിൻ്റെ അകത്തിൽ കൊടുത്തിരിക്കുന്നത്. മുൻപുള്ള വാക്യങ്ങളൊക്കെയും വാക്കിൻ്റെ പെരുപ്പത്താൽ സംഭവിക്കുന്ന ലംഘനങ്ങളെയൊക്കെ പറ്റി ചൂണ്ടിക്കാണിച്ച് വാക്കുകൾ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി, നാവുകളെപ്പറ്റി പറഞ്ഞ്, നാവുകൾ കൊണ്ടുണ്ടാവുന്ന പ്രതിസന്ധികളെ പറ്റിയൊക്കെയും പറഞ്ഞ് മുൻപോട്ട് വന്നിട്ട് പറയുകയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. ഇങ്ങനെയാണ് പറയുന്നത്: നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? നാവ് മുഖാന്തരം മറ്റുള്ളവർ പോഷിപ്പിക്കപ്പെടും. എങ്ങനെയാണ് നാവ് മുഖാന്തരം മറ്റുള്ളവർ പോഷിക്കപ്പെടും? എങ്ങനെയാണ് നാവ് മുഖാന്തരം പോഷിക്കപ്പെടുന്നത്? ഞാൻ ഒരാൾ മാത്രം ചൂണ്ടിക്കാണിച്ച് മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. പഴയ നിയമ പുസ്തകത്തിൻ്റെ അകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ അഭിഷിക്തനുണ്ട്. ആ അഭിഷിക്തൻ്റെ പേരാണ് ഇയ്യോബ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ. ഇയ്യോബിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിൻ്റെ അകത്ത് തേമാന്യനായ എലീഫസ് ഇങ്ങനെയാണ് പറയുന്നത്. തന്നെപ്പറ്റി പറയുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഇപ്രകാരമാണ് പറയുന്നത്. 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. ഇയ്യോബിന്റെ ഉപദേശങ്ങൾ മുഖാന്തരം, ഇയ്യോബിന്റെ വാക്കുകൾ മുഖാന്തരം, ഇയ്യോബിന്റെ ഉപദേശം മുഖാന്തരം മറ്റുള്ളവർ ശക്തീകരിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് പ്രാധാന്യം അർഹിക്കുന്ന നിലവാരത്തിൽ ഇവിടെ പറയുന്നത്. നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. പല വ്യക്തികളുടെയും കൈകൾ തളർന്നിരിക്കുന്ന സമയത്ത് തൻ്റെ വാക്കുകൾ മുഖാന്തരം തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റത്തിലേക്ക് വരുന്ന അനുഭവമാണ് ഇയ്യോബിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു: വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി. ആരെങ്കിലും വീഴ്ചയുടെ അനുഭവത്തിലേക്ക്, പ്രയാസത്തിന്റെ അനുഭവത്തിൽ കൂടെ, കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സമയങ്ങൾ ഇയ്യോബിന്റെ വാക്കുകൾ തന്നെ താങ്ങുന്ന അനുഭവമായിട്ട് തീരുന്നതായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇയ്യോബ് എത്ര നല്ലൊരു മനുഷ്യനാണ്! കാരണം തൻ്റെ ഉപദേശങ്ങൾ മുഖാന്തരം, തൻ്റെ വാക്കുകൾ മുഖാന്തരം താൻ പലരെയും ദൈവരാജ്യത്തിന് വേണ്ടി നേടുന്ന അനുഭവമാണ് നമ്മൾക്ക് ബൈബിളിൻ്റെ അകത്ത് കാണുവാൻ സാധിക്കുന്നത്. എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്നെൻ്റെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് അനേകം പേരെ നേടുവാനായിട്ട് ആഗ്രഹമുണ്ട്, അനേകം പേരെ നിലനിർത്തുവാനായിട്ട് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എത്ര സുഹൃത്ത് ബന്ധങ്ങൾ വന്നു പോകുന്നതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് എത്ര പേർക്ക് സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് ആഗ്രഹമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇയ്യോബിനെ പഠിക്കുമ്പോൾ ഇയ്യോബ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബിന്റെ വാക്കുകൾ മുഖാന്തരം അനേകം പേർ ശക്തിപ്പെട്ടു. അനേകം പേർ കുഴിയിലേക്ക് വീഴാൻ പോകുന്ന സമയത്ത് പോലും ഇയ്യോബ് അവരെ വാക്കുകൾ കൊണ്ട് ശക്തീകരിച്ച് പുനർജീവിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്ന മഹത്തായ ശുശ്രൂഷ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര പേർക്ക് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് മടക്കി വരുത്താൻ കഴിയും? നമ്മുടെ ഒരൊറ്റ വാക്ക് മതി, മറ്റൊന്നും വേണ്ട. നമ്മുടെ ഒരൊറ്റ വാക്ക് മതി ജീവിതത്തിലേക്ക് പലരെയും നമുക്ക്
മടക്കി കൊണ്ടുവരാൻ കഴിയും. തകർക്കപ്പെട്ടവരെ, തളർന്നു പോയവരെ, മദ്യപാന ആസക്തിക്കകത്ത് ഉള്ളവരെ, മയക്കുമരുന്നിൻ്റെ അകത്ത് അഡിക്റ്റായി പോയവരെ പലരും ആഗ്രഹിക്കുന്നുണ്ട്, എന്നോട് ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു, എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അവിടേക്ക് നിങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അയക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് എത്ര പേർ അങ്ങനെ ഒരു സന്ദർഭം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ അരിമദാതനായ യേശു ക്രിസ്തുവിനെ പറ്റി ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ വാക്ക് കേട്ടവർ സൗഖ്യം പ്രാപിച്ചു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, ആശ്വാസം കണ്ടെത്തി. അപ്പോസ്തലനായ പൗലോസിനെ ഒന്ന് എടുത്തു നോക്കി, ഒന്ന് പഠിച്ചു നോക്കിയേ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മുഖാന്തരം അനേകം പേർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, വലിയ അനുഗ്രഹത്തിലേക്ക് കടന്നതായിട്ട് നമുക്ക് ബൈബിളിന്റെ അകത്ത് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ബൈബിളിന്റെ അകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നീതിമാന്റെ അധരങ്ങളിൽ കൂടെ വരുന്ന പോഷണമാകുന്ന വാക്കുകൾ കൊണ്ട് അനേകം പേർ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അനേകം പേരെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ള ലക്ഷ്യമാണ്. അതുകൊണ്ട് ഈ ദൈവവചന ചിന്ത കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.